ഹലോ എവരും, ഫിസിക്സ് എന്ന് പറയുന്ന ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ സി ജനറേറ്ററിന്റെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ പ്രൂഫാണ്. ആ ഒരു കറണ്ട് എങ്ങനെ ആൾട്ടർനേറ്റിംഗ് ആയി എന്നതുകൊണ്ട് ഇവിടെ എന്താണ്, അതായത് എങ്ങനെ ആ ഒരു കറണ്ട് ആൾട്ടർനേറ്റിംഗ് ആയി എന്ന് ഈ ഒരു ഡെറിവേഷനിലൂടെ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ എ സി ജനറേറ്ററിന്റെ ഒരു ചെറിയൊരു ഡയഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഇൻട്രൊഡക്ഷനായി എ സി ജനറേറ്ററിന്റെ ഇൻട്രൊഡക്ഷനായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ചെറിയൊരു ഡെറിവേഷൻ ആണ്. എങ്ങനെ എ സി, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ആവുന്നു, ഇതെങ്ങനെയാണ് മാത്തമാറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് ഒരു ഡെറിവേഷനിലൂടെ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഫൈ എന്താണെന്ന്. ഫൈ എന്ന് പറഞ്ഞാൽ ബി എ കോസ് തീറ്റ അല്ലേ, ആദ്യത്തേൽ പഠിച്ചു. പക്ഷെ ഒരു ആർമേച്ചർ കോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ടേൺ ഉണ്ടാവുന്നത് ഒരു നിർബന്ധമില്ല, എത്ര വേണമെങ്കിലും ടേൺസ് ഉണ്ടാവും. ദാറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. അതുകൊണ്ട് തന്നെ ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എൻ ബി എ കോസ് തീറ്റ വെച്ചു. ഇത്രയും കൂടി നന്നാക്കി എഴുതിയാൽ NAB cos തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി EMF is equal to d phi by dt അല്ലേ. ഞാൻ ഒരു മൈനസ് കൊടുത്തു അക്കോർഡിംഗ് ടു ലെൻസസ് ലോ. മൈനസ് ഇല്ലെങ്കിൽ ഫാരഡേസ് ലോ, മൈനസ് ഉണ്ടെങ്കിൽ ലെൻസസ് ലോ. ഓക്കെ, ഇനി ഫാരഡേസ് ലോ, ലെൻസസ് ലോ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാരണങ്ങളാൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാവുന്നതാണ്. നന്നായിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ E is equal to EMF produced is equal to minus of rate of change of magnetic flux. That is minus of d by dt into NAB cos theta. ഞാൻ അവിടെ വെച്ചു. ഇനി ഈ തീറ്റയെ നമുക്കൊന്ന് മാറ്റി എഴുതണം. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒമേഗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീറ്റ ബൈ ടി അല്ലേ. റൊട്ടേഷന്റെ കേസിൽ ഒമേഗ എന്ന് പറയുന്നത് വെലോസിറ്റി, ഡിസ്റ്റൻസ് ബൈ ടൈം. ട്രാൻസ്ലേഷന്റെ കേസിൽ ഇതിനെ മാറ്റി എഴുതിയാൽ ഒമേഗ ഇസിക്കൽ ടു തീറ്റ ബൈ ടി എന്ന് കിട്ടില്ലേ. യെസ്, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ഡി എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി, വി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ നമുക്ക് +1 പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ, നമ്മളെ റൊട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അവിടുത്തെ ഒരു ഇക്വേഷൻ ആണ്. ഇനി ഇതിൽ തീറ്റ എന്തായിരിക്കും? ഒമേഗ ടി അല്ലേ. യെസ്, അപ്പൊ ഈ തീറ്റയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് വെച്ചു? ഒമേഗ ടി എന്ന് വെച്ചു. ഇവിടെ ഒമേഗ ടി എന്ന് കൊടുത്തു. ഇനി ഞാൻ ഇങ്ങനെ ഡെറിവേറ്റീവ് എടുത്തു. ഡി ബൈ ഡി ടി എന്ന് പറയുന്ന ഡെറിവേറ്റീവ് അല്ലേ. യെസ്, അപ്പോൾ E is equal to NAB ഒമേഗ. നമുക്ക് ഇവിടെ NAB എന്ന് പറയുന്ന 3 ആൾക്കാരെ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. ഒരു മൈനസ് ഉണ്ട് കേട്ടോ. ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി. ഓക്കെ, ഇനി മൈനസ് NAB ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരില്ലേ. ഇത് എന്താ? ഇത് ചെയിൻ റൂൾ. എന്താ പറഞ്ഞ NAB പുറത്തെടുത്തു, ഒരു മൈനസ് ഉണ്ട്. ഇനി ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഒമേഗ ടി. കാരണം ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, മൈനസ് സൈൻ എക്സ്. ടിയുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ ടി, കൂടെ ഒരു ഒമേഗയുണ്ട്. അപ്പൊ മൈനസ് സൈൻ ഒമേഗ ടി. പിന്നെ എന്തിനും ഈ ഒരു ഒമേഗ എക്സ്ട്രാ ആയിട്ട് ഇൻഡ്യൂസ് ചെയ്തത്? ചെയിൻ റൂൾ.
ഓക്കെ, ചെയിൻ റൂൾ പ്രകാരം മൈനസ് സൈൻ ഒമേഗ ടി എഴുതി ഡെറിവേറ്റീവ് ആയിട്ട് കോസിന്റെ, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരാളും കൂടി ഒമേഗയിലെ ഈ ഒമേഗയെ മൾട്ടിപ്ലൈ ചെയ്യും ചെയിൻ റൂൾ പ്രകാരം. മറക്കരുത്, ചെയിൻ റൂൾ. ഓക്കെ, ഇനി മൈനസ് മൈനസ് ക്യാൻസൽ, നന്നായി എഴുതിയാൽ എൻ എ ബി ഒമേഗ സൈൻ ഒമേഗ ടി, ദാറ്റ് ഈസ് ഇ എം എഫ്. ഞാൻ എൻ എ ബി ഒമേഗയെ E0 എന്ന് വിളിച്ചു. അപ്പോൾ E is equal to E0 സൈൻ ഒമേഗ ടി ആവില്ലേ? യെസ്, ഇത്രയുള്ളൂ ഡെറിവേഷൻ. ഇതിൽ നിന്നിപ്പോ എന്താ പ്രൂവ് ചെയ്തത് നമ്മൾ? ഇവിടെ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയോ? ഇവിടെ മാത്തമാറ്റിക്കൽ ഫോമായിട്ട് സൈൻ ഉൾപ്പെടുന്നില്ലേ? സൈനിന്റെ ഗ്രാഫ് എങ്ങനെയാ? വേവ് ലൈക്ക് അല്ലേ? യെസ്. അപ്പൊ അതിന് അവിടെ ആൾട്ടർനേഷൻ സംഭവിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? സംഭവിക്കുന്നുണ്ട്. ആ ഒരു ആൾട്ടർനേഷനെ എന്ത് ബേസ് ചെയ്തിട്ടല്ലേ AC ജനറേറ്ററിന്റെ EMF ഇക്വേഷൻ മാത്തമാറ്റിക്കലി? അപ്പൊ ആ ഒരു ആൾട്ടർനേഷനെ ഈക്വേഷൻ ഒബേ ചെയ്യില്ലേ? യെസ്. അപ്പൊ ഈക്വേഷൻ ഒബേ ചെയ്താൽ അതിലുണ്ടാവുന്ന കറണ്ടും എന്താവും? ആൾട്ടർനേറ്റിംഗ് ആവും. EMFും കറണ്ടുമായിട്ട് ബന്ധമില്ലേ? അത് നമ്മൾ അടുത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റിംഗ് ആവുകയാണെങ്കിൽ EMF ആൾട്ടർനേറ്റിംഗ് ആവും. EMF ആൾട്ടർനേറ്റിംഗ് ആയ കറണ്ടുമായിട്ട് ബന്ധമില്ലേ? യെസ്, കറണ്ടും ആൾട്ടർനേറ്റിംഗ് ആവും. ഇതാണ് ഇവിടെ പ്രൂഫ്. സൈനിന്റെ ഫങ്ഷൻ അത് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഒഴുകുന്നത്. നമ്മൾ EMF കണ്ടുപിടിച്ചു, ഇനി നമുക്കൊന്ന് കറണ്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ? യെസ്. അതിനു മുമ്പ് ഈ E0 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പീക്ക് വോൾട്ടേജ് ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് നോക്കിയാലോ? യെസ്. ഇതിനാദ്യം നമ്മൾ ഓർത്തെടുക്കേണ്ടത് ഓംസ് ലോ എന്താണ്? I ഈക്വൽ ടു V/R. കാരണം നമ്മൾ കറണ്ട് അല്ലേ കണ്ടുപിടിക്കുന്നത്. യെസ്, V എന്താണ് ഇവിടെ ഈ സ്ഥാനത്ത്? EMF ആണ്, ഡിവൈഡഡ് ബൈ R. E എന്ന് പറയുന്നത് E0 സൈൻ ഒമേഗ ടി അല്ലേ? അതെ, ഡിവൈഡഡ് ബൈ R. ഇനി E0 ബൈ ആറിനെ ഞാൻ I0 എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ്, I is equal to I0 സൈൻ ഒമേഗ ടി. ആദ്യം പറഞ്ഞ പോലെ EMF ഞാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവാം, പക്ഷെ കറണ്ടിന്റെ കേസിൽ അത് പെർഫെക്റ്റ് ആണ്. കാരണം ഇവിടെ എന്തുണ്ട്? സൈൻ ഫംഗ്ഷൻ ഉണ്ട്. സൈൻ ഈസ് വേവ് ലൈക്ക്, സോ ഇറ്റ് ഈസ് ആൾട്ടർനേറ്റിംഗ്. അതുകൊണ്ട് തന്നെ സൈൻ ഫംഗ്ഷൻ ഒബേ ചെയ്യുന്ന ഐന്റെ ഇക്വേഷൻ എന്തുതന്നെയാണ്? യെസ്, ആൾട്ടർനേറ്റിംഗ്. അപ്പോൾ AC ജനറേറ്ററിൽ ഉണ്ടാവുന്ന കറണ്ട് എന്താണ്? ആൾട്ടർനേറ്റിംഗ്. പ്രൂവ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ EMFും, അതായത് AC ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ആകുന്ന EMFന്റെയും കറണ്ടിന്റെയും ഇക്വേഷൻ എന്താണെന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് AC ജനറേറ്റർ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇതുവരെ എടുത്ത എൻ്റെ എല്ലാ ടോപ്പിക്സും മനസ്സിലായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് മനസ്സിലാവുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്. അതോടുകൂടി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.